ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ വിദ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കോലത്തിൽ വന്നേക്കുന്നത് അടുത്തത് ഞാനൊരു സാരി ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ സാരിയുടെ പിറകിലുള്ള ഒരു കുട്ടി കഥ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ സാരി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫെയർവെല്ലിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാരിയാണ്. ബ്ലൗസൊക്കെ എടുത്ത് നല്ലതുപോലെയൊക്കെ തയ്ച്ച് സെറ്റാക്കി വെച്ച സാരിയാണ്. പക്ഷെ ഫെയർവെൽ ആയപ്പോഴത്തേന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്താന്ന് ചോദിച്ചാൽ കോവിഡ് കാരണം സെലിബ്രേഷൻസ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എവിടെയും ഉടുക്കാൻ പറ്റാണ്ട് അലമാരയിൽ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഈ ഒരു സാരി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാരി വെച്ചിട്ട് ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ. ഈ സാരി വെച്ചിട്ട് ഞാനൊരു വലിയ സാരിയൊന്നുമല്ല എന്ന് വെച്ചാൽ വലിയ തുകയുള്ള സാരിയൊന്നുമല്ല, സാധാരണ വലിയ പൈസയൊന്നും ആകാത്ത സാരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി എടുത്തൊരു സാരിയാണ്. അപ്പോൾ റെഡ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോഴത്തേന് ഇത് മതി എന്നും പറഞ്ഞ് എടുത്തൊരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സാരി ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ ഈ കോളേജിലൊക്കെ പോകുന്നവർക്ക്, ഫെയർവെല്ലിനൊക്കെ പോകുന്നവർക്കും, പിന്നെ അതേപോലെ തന്നെ സാരി ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, മേക്കപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് തരുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ കുറച്ച് പേർക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ വന്നൊരു ചെറിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് വന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ സാരി കൊടുത്തിട്ട് വരാം. എന്താവും എന്നറിയത്തില്ല, എന്നാലും സാരി കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ പോവല്ലേ, ഇപ്പോൾ വരും. അപ്പോൾ ദേ സാരി കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഭയങ്കര മഴ, പിന്നെ ലൈറ്റൊക്കെ ഉപയോഗിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വെച്ച്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും, അത് സ്ഥിരം പരിപാടിയാണ്, അതിലൊരു മാറ്റവുമില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കിൻ ടിൻ്റാണ്. ഇത് ഫൗണ്ടേഷൻ അല്ല, പിന്നെ BB ക്രീം അല്ല, CC ക്രീം അല്ല, ഇതിൻ്റെയൊക്കെ നടുവിൽ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതിന് ഒരുപാട് കവറേജ് പ്രതീക്ഷിച്ച് യൂസ് ചെയ്യരുത്, ലെസ് കവറേജേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. ഇത് ബ്ലൂ ഹെവൻ്റെ ഹണി ടാൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരുപാട് എടുത്ത് വാരി തേക്കത്തില്ല, കുറച്ച് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. ഇതേപോലെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് വിരൽ ഉപയോഗിച്ച് തന്നെയാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലെൻഡറോ ബ്രഷോ ഒന്നും തന്നെ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വിരൽ ഉപയോഗിച്ചിട്ട് കഴുത്തിലും മുഖത്തൊക്കെ ഈവൻലി മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ BB ക്രീമും സ്കിൻ ടിൻ്റ് ഫൗണ്ടേഷൻ CC ക്രീം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ഭയങ്കരമായിട്ടൊരു ഓയിൽനെസ്സും ഡ്യൂയി ഫിനിഷും പോലൊരു ഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇരിക്കുന്നത്. അത് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്തായാലും നിങ്ങളൊരു ലൂസ് പൗഡറോ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡറോ നിങ്ങൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഒരു മാറ്റ് ഫിനിഷിങ് കിട്ടും, വൈകുന്നേരം വരെ മേക്കപ്പ് ഒന്ന് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഒരു ഓയിൽനെസ് നിങ്ങളുടെ മുഖത്ത് അബ്സോർബാക്കി നല്ല രീതിക്ക് ഒരു കുളമായിട്ടിരിക്കുമല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു മാറ്റ് ഫിനിഷ് തരുന്ന ഈ ഒരു കോമ്പാക്ട് പൗഡർ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഓയിലൊന്ന് പിടിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, നല്ല രീതിക്കുള്ളൊരു മാറ്റ് ഫിനിഷാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. സോ നിങ്ങളൊരു കോമ്പാക്ട് പൗഡർ എന്തായാലും യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ കോമ്പാക്ട് പൗഡർ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഷേംബോർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഓക്കെ, ഇനി ഇതൊക്കെ അപ്ലൈ ചെയ്തൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ പരിപാടിയാണ്. ഞാൻ നേരെ കണ്ണിലോട്ടാണ് പെട്ടെന്ന് ചാടിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സാരി അങ്ങനെ ഒരു സാരിയൊന്നുമല്ല. ഇതൊരു ട്രഡീഷണൽ എന്ന് വേണമെങ്കിൽ പറയാം. ട്രഡീഷണൽ വെയർ പോലെ ഉള്ളൊരു ഒരു ലുക്ക് തരുന്ന ഒരു സാരിയാണ്. അപ്പോൾ നമ്മൾ എത്ര തന്നെ നമ്മളിപ്പോൾ കുർത്തീസ് ആയിക്കോട്ടെ, ചുരിദാർസ് ആയിക്കോട്ടെ, പിന്നെ ഇതേപോലത്തെ സാരീസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ഇട്ടാലും നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ കണ്ണ് നല്ല ഭംഗിക്ക് എഴുതി കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ നമുക്കൊന്നും കൂടെ ഒരു നമ്മുടെ ട്രഡീഷണൽ ലുക്കിനെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐ മേക്കപ്പ്, ഐ ഷാഡോ, ഹൈലൈറ്ററൊക്കെ വെച്ചിട്ട് ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്കെപ്പോഴും നമ്മൾ കാജലൊക്കെ എടുത്തിട്ട് കുറച്ച് ബോൾഡായിട്ട് കണ്ണെഴുതി കൊടുത്താൽ നമ്മുടെ ലുക്കിനെ ഒന്ന് എൻഹാൻസ് ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ കുഞ്ഞു കണ്ണാണ്, എഴുതിയാലോ അറിയത്തില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. നമുക്ക് എന്താണുള്ളത് അത് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ഹൈലൈറ്റ് ആക്കി കാണിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ണിനകത്ത് നമ്മൾ കാജൽ
കാജൽ ഞാൻ വാട്ടർ ലൈനിൽ എഴുതി കൊടുത്തിട്ട് ഒന്നും കൂടെ ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്, ഒന്ന് ബോൾഡായിട്ട് വെളിയിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ എന്താ പറയുക, ഒന്ന് ഡാർക്ക് ബ്ലാക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അഡീഷണലായിട്ട് നമ്മുടെ കണ്ണ് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി നമുക്ക് തോന്നും. സോ അതിനും കൂടെ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് താഴെയും ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാനിനി മേളിലും എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ മസ്കാര ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലാഷസ് കുറച്ചും കൂടെ വോളിംനെസ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട്. ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു വോളിംനെസ് മസ്കാര എന്ന് പറയുന്നൊരു മസ്കാര തന്നെയാണ്, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കാജൽ ലാക്മേയുടെ ഐക്കോണിക് കാജലാണ്. പിന്നെ ഐലൈനർ സാധാരണ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്, അത് മേളിൽ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കണ്ണിൻ്റെ പരിപാടി കേട്ടോ. ഐ ഷാഡോയോ പിന്നെ എന്താ പറയുക ഹൈലൈറ്റർ ഉപയോഗിച്ച് കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, എനിക്കിത്രയും മതി. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് വേണമെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിനും അല്ലെങ്കിൽ കുറച്ചും കൂടെ കോൺട്രാസ്റ്റൊക്കെ ആകുന്ന കുറച്ച് കളേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഐ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാം, ഒന്ന് ഐ ഷാഡോ ഒക്കെ ഉപയോഗിച്ചിട്ട്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് കണ്ണിൻ്റെ പരിപാടി എന്ന് പറയുന്നത്, കണ്ണെഴുതി കൊടുക്കുന്നത്. ഇനി അടുത്തൊരു സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ലൈക്ക് ബ്ലഷ് ഉപയോഗിക്കാം. ഹൈലൈറ്റർ എടുത്ത് നിങ്ങളുടെ മൂക്കിൻ്റെ അവിടെ ചീക്സിൻ്റെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഐബ്രോസിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടേതായ ഓപ്ഷണലാണ്. പക്ഷെ ഞാനിതൊന്നും ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്കിത് മിനിമലാക്കി നോക്കിയിട്ട് ഒരു ലുക്ക് മതി എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഒരുപാട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ ഭയങ്കരമായിട്ട് സമയമില്ല, ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പരിപാടിക്കൊക്കെ പോകണം, സാരി കൊടുത്ത് ഇരിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള സാധനമൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇടാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, കുറച്ചും കൂടെ ഒന്ന് ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ റെഡ് കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഹെർബ്സിൻ്റെ ഹിബസ്കസ് റെഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. അത് ഒരുപാട് അപ്ലൈ ചെയ്ത് കൊടുക്കത്തില്ല കേട്ടോ, കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഈ പരിപാടി ഒന്ന് ചെയ്ത് കൊടുക്കും, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴത്തേനും എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്. അപ്പം മുഖം ഒന്നും കൂടെ എൻഹാൻസ് ആയിട്ട് നിൽപ്പുണ്ട്. ഇനി ആക്സസറീസിൻ്റെ പരിപാടി. ഇപ്പോൾ നിങ്ങൾ ആക്സസറീസ് എന്ന് പറയുമ്പോൾ ലുക്ക് മിനിമൽ ആണെങ്കിലും നിങ്ങൾ ആക്സസറീസ് ഹെവി ആയിട്ട് ഇട്ടാൽ ഒന്നും കൂടെ നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫുൾ ലുക്കിനെ. ആക്സസറീസ് മിനിമലാണ് അല്ലെങ്കിൽ ഹെവി മേക്കപ്പിൽ ചെറിയ ആക്സസറീസ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് ഒരുപാട് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു ജിമിക്കി എടുത്ത് അതെനിക്ക് ചേർന്നില്ല. പിന്നെ രണ്ടാമതും വേറൊരു ജിമിക്കിയാണ് കേട്ടോ എടുത്തിടുന്നത്. സാരീസിൻ്റെ കൂടെ ഇങ്ങനത്തെ ജിമിക്കീസാണ് ഞാൻ പ്രിഫർ ആക്കുന്നത്, വേറൊരു കമ്മലും എനിക്കിഷ്ടമല്ല. പക്ഷേ നിങ്ങൾക്ക് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും ഹെവി ആക്സസറീസ് ഇടാം, മേക്കപ്പ് മിനിമലാക്കി വെച്ചിട്ട്. സോ അത് ഒന്നും കൂടെ ഭംഗിയാക്കും. അപ്പോൾ ആദ്യമേ മുടി ഇങ്ങനെ മുടി പിന്നിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ നോക്കിയപ്പോൾ അത് കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ സെറ്റാക്കി വെച്ചു കേട്ടോ. കാരണം ഒരു തവണ എൻ്റെ മുടി ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് മതി, പിന്നെ ഞാൻ ഊരാൻ നിൽക്കത്തില്ല. കാരണം പിന്നെ അങ്ങോട്ട് വേറെ ഏതെങ്കിലും ഹെയർ സ്റ്റൈൽ പിടിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ നടക്കൂല, മൊത്തത്തിൽ കുളമാവും. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് കുഴപ്പമില്ല, എനിക്ക് ചേരുന്നുണ്ട്. പിന്നെ മുടി അഴിച്ചിടുന്നതാണ് കുറച്ചും കൂടെ ഒരു ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇത് തന്നെ, ഇത് ഫിക്സ്, ഇത് ഇനി മാറ്റത്തില്ലെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഹെയർ സ്റ്റൈൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഹെയർ സ്റ്റൈൽ സാരീസിൻ്റെ കുർത്തീസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചുരിദാർസിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഈ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഈ ഒരു വള ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗോൾഡൻ ആയിട്ടുള്ളൊരു വള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്, മൊത്തത്തിലുള്ള ലുക്ക്. അപ്പോൾ അന്ന് ഫെയർവെല്ലിന് കൊടുക്കാൻ വേണ്ടി എടുത്ത സാരി ഞാനിപ്പോൾ ഉടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ബ്ലൗസും ആ ഒരു സാരിയാണ് ഫുൾ. ഇത് റെഡ് കളർ വിത്ത് ഗോൾഡൻ കളറാണ്, അല്ലാതെ അഡീഷണലായിട്ട് വേറെ ഒരു കളറും ഇതിനകത്തില്ല, പക്ക റെഡ് കളറാണ് കേട്ടോ. പിന്നെ ആ സാരിയുടെ തുമ്പത്ത് വരുന്നത് തന്നെയാണ് ബ്ലൗസിൻ്റെയും. സോ അത് രണ്ടും മാച്ചായി പോവും. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക്. മിനിമലായിട്ട് നമുക്കൊരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്കും എന്തെങ്കിലും പരിപാടി ലൈക്ക് ഫെയർവെല്ലോ കല്യാണമോ എന്തെങ്കിലും പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ഓക്കെ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ.